എല്ലാ കാലത്തിൻ്റെയും എഴുത്തുകാരൻ എന്ന് പറയാൻ കഴിയുന്ന എം മുകുന്ദൻ്റെ ഏച്ചി എന്ന കഥയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അറിയാമായിരിക്കും, മലബാർ ഭാഗങ്ങളിലൊക്കെ ചേച്ചി മൂത്ത സഹോദരിയെ നമ്മൾ ഏച്ചി എന്നാണ് വിളിക്കാറ്. കഥയിലേക്ക് പോകാം അല്ലേ. ഏച്ചിക്ക് സ്കൂളിൽ പോകുമ്പോൾ ധരിക്കാനുള്ള യൂണിഫോമും പെറ്റിക്കോട്ടും കാര്യങ്ങളൊക്കെ ഇസ്തിരിയിട്ട് കൊടുക്കുന്നത് അനിയനായിട്ടുള്ള പവിത്രനാണ്. അതാകട്ടെ പഴയ നമ്മുടെ ഇന്ന് കാണുന്ന ഇലക്ട്രിക്കൽ അയൺ ബോക്സ് ഒന്നുമല്ല, ചിരട്ട കത്തിച്ച് അതിൻ്റെ കനലിട്ടുകൊണ്ട് ഉപയോഗിക്കുന്ന പഴയ തേപ്പ് വെട്ടി. ആ തേപ്പ് വെട്ടിയിൽ കുഞ്ഞനുജനായിട്ടുള്ള പവിത്രൻ ഏച്ചിക്ക് വേണ്ട യൂണിഫോമുകളൊക്കെ ഇസ്തിരിയിട്ട് കൊടുക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ അവിടുത്തെ അമ്മൂമ്മ പറയുന്നുണ്ട്, എന്തിനാണ് ഈ ചെറിയ കുഞ്ഞിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്? പക്ഷേ അതിന് ഏച്ചി പറയുന്ന മറുപടി, എനിക്കിവിടെ എത്ര പണിയുണ്ട്, എന്തെല്ലാമെന്ന് അറിയണ്ടേ പണി? എനിക്ക് എവിടുന്ന നേരം അമ്മമ്മേ, എനിക്ക് പഠിക്കണ്ടേ, അടുക്കളയിൽ അമ്മയെ സഹായിക്കണ്ടേ, പയ്യനെ കൊണ്ടുപോയി കെട്ടണ്ടേ, കിടക്കെ മുയ്യനും മൂട്ടയാ, അത് കൊണ്ടുപോയി വെയിലത്തിടണ്ടേ, അമ്മക്ക് നെറ്റിയമ്മിൽ തർപ്പൻ്റെയും പുരട്ടി കൊടുക്കണ്ടേ, അമ്മക്കാന്ന് വെച്ചാൽ എപ്പോഴും തലവേദനയാ, ആശുപത്രി പോയി കാണിക്കണമെന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കില്ല. ഏച്ചിയുടെ പേര് പാർവതി എന്നാട്ടോ. അപ്പോൾ പാർവതി അമ്മമ്മയോട് പറയുന്ന കാര്യങ്ങളായത്. പാവാടിയും ബ്ലൗസും തേച്ച ശേഷം ഒരു പെറ്റിക്കോട്ട് കൂടി തേച്ച് തരുമോ എന്ന് അനിയനോട് ചോദിക്കുന്നുണ്ട് പാർവതി. അപ്പോൾ പറയുന്നുണ്ട്, ഇത് തേച്ച് തന്നാൽ എനിക്കൊരു ഐസ് മിഠായി വാങ്ങിത്തരാം. പക്ഷെ പവിത്രന് കാര്യം അറിയാം, ഏച്ചിൻ്റെ കയ്യിൽ നിന്ന് ഇടുന്ന പൈസയൊന്നും ഉണ്ടാവില്ല, വെറുതെ പറയുന്നയാന്ന്. അല്ലെങ്കിലും ഏച്ചി ആവശ്യപ്പെടുന്നത് എന്തും പവിത്രൻ ചെയ്തു കൊടുക്കും. അതിനൊരു പ്രതിഫലവും അവൻ പ്രതീക്ഷിക്കുന്നുമില്ല. അവർ രണ്ടാളും പഠിക്കുന്നത് ഒരു സ്കൂളിലല്ല, പക്ഷെ അവർ ഒന്നിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ പതിവ് പോലെ അവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. ഏച്ചി ആവട്ടെ പണ്ടത്തെ കുട്ടികൾ കാണുന്നത് പോലെ നെഞ്ചത്ത് തൻ്റെ പുസ്തകങ്ങളൊക്കെ ഒതുക്കി പിടിച്ചിട്ടാണ് പോകുന്നത്. പുസ്തകങ്ങൾ അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട്. കുമ്പിടുന്ന നെഞ്ചിനെ കാഴ്ചക്കാരുടെ നോട്ടത്തിൽ നിന്ന് മറച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിൽ. ഏച്ചി എപ്പോഴും മടമ്പ് തൊടാത്തൊരു പാവാടയാണ് ഇടുന്നത്. ചുമലിൽ ചുരുക്കുള്ള ഒരു ബ്ലൗസുമാണ് ധരിക്കുന്നത്. പവിത്രനാകട്ടെ, അതായത് അനിയനാകട്ടെ, മുട്ടു തൊടാത്തൊരു ട്രൗസറും മുറിക്കയ്യൻ ഷർട്ടുമാണ് ധരിക്കുന്നത്. രണ്ടുപേർക്കും കാലിൽ ചെരുപ്പില്ല. അന്നത്തെ കാലത്ത് പണക്കാരുടെയും തറവാട്ടുകാരുടെയും മക്കൾ മാത്രമാണ് ചെരുപ്പിട്ട് നടക്കുന്നത്. ഏച്ചിൻ്റെ ക്ലാസ്സിൽ 2 പെൺകുട്ടികൾ മാത്രമാണ് ചെരുപ്പിടുന്നത്. അവൻ്റെ ക്ലാസ്സിലാകട്ടെ ആരും ചെരുപ്പിട്ടിട്ടല്ല വരുന്നത്. എപ്പോഴെങ്കിലും വീടുകൾ തോറും വിൽക്കാനായി വരുന്ന ഒരു പരദേശി കച്ചവടക്കാരൻ നിന്ന് ചാന്തും റിബണും കുപ്പിവളകളും വാങ്ങി സൂക്ഷിച്ചു വെക്കും. അതാണ് പിന്നെ ഏച്ചി ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം രണ്ടാളും സ്കൂളിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് ഏച്ചി പറഞ്ഞു, പവിത്ര, ഞാനിന്ന് സ്കൂളിലേക്ക് വരുന്നില്ല. പിന്നെ എവിടത്തേക്കാണ് നീ പുസ്തകവും പിടിച്ച് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി, ഞാനിന്ന് ജാഥക്ക് പോവുകയാണ്. അവനപ്പോൾ അത്ഭുതം തോന്നി. എന്ത്? ഏച്ചി സിന്ദാബാദ് വിളിക്കാൻ പോവുകയോ? അല്ല, സിന്ദാബാദ് വിളിക്കാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ പവിത്രനെ? അതിൻ്റെ അർത്ഥം വിപ്ലവം ജയിക്കട്ടെ എന്നാണ്. അവൾ തുടർന്നു, വിപ്ലവം ജയിച്ചാൽ വിശക്കുന്നവർക്ക് കഞ്ഞിയും കിടക്കാൻ പോരയില്ലാത്തവർക്ക് പോരയും കിട്ടും. അപ്പോൾ പവിത്രൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും വരാം. അപ്പോൾ ഏച്ചി ചോദിച്ചു, നീ വന്നാൽ എൻ്റെ പുസ്തകങ്ങൾ ആര് പിടിക്കും? നീ വരണ്ട, നീ എൻ്റെ ബുക്ക് സൂക്ഷിച്ചു വയ്ക്ക്. വൈകുന്നേരം സ്കൂളിൽ ബെല്ലടിക്കുമ്പോഴേക്ക് ഞാൻ വരും. നീ എന്ത് ചെയ്യണം? ആ സ്കൂളിൻ്റെ പുറത്തുള്ള കൊന്നമരമില്ലേ, അതിൻ്റെ താഴെ എന്നെ കാത്തു നിന്നാൽ മതി. അങ്ങനെ അതുവഴി വന്ന ജീപ്പിൽ കയ്യും കാണിച്ച് ജാഥ വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് അവളും കയറിപ്പോയി. ഏച്ചി പിന്നെ കോളേജിൽ പോകാൻ തുടങ്ങിയ സമയത്ത് സാധാരണ പെൺകുട്ടികൾ പാവാടയാണ് ധരിക്കുന്നത്. പക്ഷേ പാർവതി എന്താ സാരിയും ബ്ലൗസുമാണ് ധരിക്കാൻ തുടങ്ങിയത്. ആ സമയത്തും ഈ സാരിയും ബ്ലൗസും ഇസ്തിരിയിട്ട് കൊടുക്കുന്നത് പവിത്രനാണ്. അമ്മമ്മക്ക് ഈ കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. കാരണം പാവടി എടുത്തിട്ട് പോയാൽ മതി, എന്തിനാന്ന് ഇപ്പോഴേ സാരി എടുക്കുന്നത്, വലിയ പെണ്ണുങ്ങളല്ലേ സാരി എടുക്കുക എന്നായിരുന്നു അമ്മമ്മയുടെ വാദം. അപ്പോൾ അമ്മ ഇതിനെ എതിർത്തു. അവൾക്ക് അതാന്ന് ഇഷ്ടമെന്ന് വെച്ചാൽ ഇട്ടോട്ടെ. കൂടാണ്ട് ആദ്യമായിട്ട് പിള്ളേരുടെ അച്ഛൻ തന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്തെ കുറച്ച് കാര്യങ്ങളും ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്. പാർവതി പവിത്രനെയും കൂട്ടി ഇടയ്ക്കിടെ ലൈബ്രറിയിൽ പോകുന്ന പതിവുണ്ട്. പാർവതിക്ക് അവിടുന്ന് 2 പുസ്തകങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളായിരുന്നു. ലൈബ്രറിയിൽ ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ നോക്കി കണ്ടപ്പോൾ പവിത്രൻ്റെ ശ്രദ്ധയിൽ ചങ്ങമ്പുഴയുടെ രമണൻ കണ്ടു. അതെടുത്ത് വായിക്കണമെന്ന് അതിയായ ആഗ്രഹം അവനുണ്ടായിരുന്നു.
ഏച്ചിയോട് അത് പറഞ്ഞപ്പോൾ പാർവതി പറഞ്ഞു, ഇന്ന് ഏതായാലും ഇത് എടുക്കണ്ട, കാരണം 2 ബുക്കുകൾ വേണം, അത് ഞാൻ എടുത്തു കഴിഞ്ഞു. പാർവതി ഏത് പുസ്തകം എടുത്തത്? പാർവതി കേശവദേവിൻ്റെയും തകഴിയുടെയും നോവലുകളാണ് എടുക്കുന്നത്. അടുത്ത പ്രാവശ്യം നീ രമണൻ എടുത്ത് വായിച്ചോളൂ എന്ന് പറഞ്ഞു. അത് അവന് ചെറിയൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് രമണൻ വായിച്ച് പല പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് പവിത്രനും ആ പുസ്തകം ഒന്ന് വായിക്കണമെന്ന് ഇത്ര ആശ വന്നത്. പാർവതി അപ്പം പറയും, എടാ, കരയാൻ വേണ്ടി ആരും പുസ്തകം വായിക്കരുത്. പോരാടാനും സമരം ചെയ്യാനും വേണ്ടിയാ നമ്മൾ പുസ്തകം വായിക്കുന്നത്. ഏച്ചി, എല്ലാ മനുഷ്യന്മാരും പ്രേമിക്കുമോ? അവൻ ചോദിച്ചു. ഇല്ലടാ, മടിയന്മാരും മടിച്ചികളുമാണ് പ്രേമിക്കുന്നത്. ഉശിരുള്ള ആളുകൾ പട്ടിണിയും ചൂഷണവും ഇല്ലാതാക്കാൻ വേണ്ടി സമരം ചെയ്യും. വേണമെങ്കിൽ തൂക്കുമരം കയറും. എടാ ചെക്ക, തൂങ്ങി മരിക്കുന്നത് ഭീരുത്താ, നെഞ്ചിൽ വെടിയേറ്റ് മരിക്കുന്നതാ ആണത്തം. അപ്പൊ അവനൊരു സംശയം, ഏച്ചി, പെണ്ണുങ്ങൾ എന്താ നെഞ്ചിൽ വെടിയേറ്റ് മരിക്കാത്തത്? ഒരു നിമിഷത്തെ മൗനം. അതിനുശേഷം അവള് പറഞ്ഞു, പവിത്ര, നിന്റെ ഏച്ചിയായിരിക്കും വെടിയേറ്റ് മരിക്കുന്ന ആദ്യത്തെ രക്തസാക്ഷിണി. അത് കേട്ട് അവന് പരിഭ്രമം വന്നു. അയ്യോ, ഏച്ചി മരിക്കരുതേ, ഏച്ചി മരിച്ച ഞാനും മരിക്കും, നമുക്ക് ഒന്നിച്ച് ചാകാം. ഒരു ദിവസം പതിവിൽ നിന്നും വിപരീതമായി കുളിക്കാതെ വെറുതെ ഇരിക്കുന്ന പാർവതി എനിക്കൊരു ഉപകാരം ചെയ്യോ എന്ന് പവിത്രനോട് ചോദിച്ചപ്പോൾ ആവശ്യത്തോടെ പവിത്രൻ പറഞ്ഞു, വെള്ളം കോരി തരാനാന്നാ, ഞാൻ ചെയ്തു തരാം. പക്ഷെ അവളുടെ ആവശ്യം അതായിരുന്നില്ല. എനിക്ക് ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു പാഡ് മേടിച്ചു തരണം. പാഡോ? അതെന്തെന്നാ സാധനം? പവിത്രൻ അതിനെപ്പറ്റി അറിയുന്നേ ഉണ്ടായിട്ടില്ല. അവൾ പറഞ്ഞു, എടാ, ചോര വരുമ്പോൾ അത് തടയാൻ വേണ്ടി വെക്കുന്നതാ. ഏടെന്നാപ്പ ഈ ചോര വരുക? അതും അവനറിയില്ല. ഇത്ര വലുതായിട്ട് നിനക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലേ? അന്ന് പാർവതി പവിത്രന്റെ ചെവിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അന്നത്തെ ദിവസം മുതൽ എല്ലാ മാസവും 2ാമത്തെ ആഴ്ച പവിത്രൻ ഒരു പാഡ് മേടിച്ചു കൊണ്ടു കൊടുക്കും പാർവതിക്ക്, അവൾ പറയാതെ തന്നെ. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പാർവതീൻ്റെ കല്യാണം നടക്കുന്നത്. അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കല്യാണം കഴിക്കാൻ. ആ സമയത്ത് അവളാകട്ടെ കോളേജ് ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. മാത്രമല്ല, കൂടെയുള്ള ആൺകുട്ടികൾ അവളെയും ചുമലിലേറ്റി നിൽക്കുന്ന ഫോട്ടോ വരെ പത്രത്തിൽ അച്ചടിച്ചു വന്നു. അത് കണ്ടപ്പോഴേ അമ്മമ്മക്ക് ദേഷ്യം വന്നു. മുലയും തലയും വളർന്ന പെൺകുട്ടികളെ ഏതോ ആണുങ്ങൾ പുറത്തു കയറ്റി ഇരുത്തിയേ. എന്താ ഇത്? വേഗം തന്നെ അവളെ കല്യാണം കഴിച്ചു വിടണം, നിന്റെ വളർത്ത ദോഷാണെന്ന് വരെ അമ്മ കേട്ടു. അങ്ങനെ കീഴഞ്ചേരിയിൽ നിന്നൊരു കല്യാണാലോചന വന്നു. യുവാവ് അവളെ കാണാൻ വന്നപ്പോൾ വേണ്ടാന്നോ ഏച്ചി പറഞ്ഞില്ല. അവള് പറഞ്ഞത് ഇത്ര മാത്രം, എനിക്ക് മൂപ്പരോടൊന്ന് സംസാരിക്കണം. അങ്ങനെ 1/2 മണിക്കൂർ സമയം അവർ സംസാരിച്ചു. ഗൗതമൻ എന്നായിരുന്നു അയാളുടെ പേര്. എന്നാൽ ബുദ്ധൻ എന്ന് തന്നെ ഇടായിരുന്നില്ലേ പേര്? ഏച്ചി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അയാളും ചിരിച്ചു. അങ്ങനെയാണ് രാത്രി മുഴുവനും മഴ പെയ്ത ശേഷം വെയിലുദിച്ച ഈർപ്പമുള്ളൊരു ദിവസം ഏച്ചിയും അയാളും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അതിനുശേഷം ഏച്ചി ഭർത്താവിൻ്റെ കൂടെ കിഴഞ്ചേരിയിലെ അയാളുടെ വീട്ടിലേക്ക് പോയി. പവിത്രൻ ഒറ്റക്കായി പോയി. അവന് വല്ലാത്ത സങ്കടമായിരുന്നു. ഏച്ചിയുടെ കല്യാണം കഴിഞ്ഞ അന്ന് 2 ദിവസം അവൻ ഉറങ്ങിയിട്ടുമില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. വിവാഹം കഴിഞ്ഞിട്ട് 2 കൊല്ലങ്ങളായിട്ടും പാർവതിക്ക് കുഞ്ഞു പിറന്നില്ല. അമ്മമ്മ പറയാൻ തുടങ്ങി, ഇതെന്ത് കഥ? ഞാനെങ്ങനെ ഇനി നാട്ടാരുടെ മുഖത്ത് നോക്കുക? ഒരു മച്ചി പെണ്ണായി പോയല്ലോ ഈശ്വര എൻ്റെ പാർവതി. അയ്യോ, അമ്മമ്മ വിലപിക്കുകയും നാട്ടിലെ മുഴുവൻ ഈശ്വരന്മാർക്കും ഈശ്വരച്ചികൾക്കും വഴിപാടുകൾ നേരുകയും ചെയ്തു. അമ്മ പറഞ്ഞു, ഒന്ന് വായടക്കിയിരിക്കെ, പെറേണ്ട സമയമാകുമ്പോൾ ഓളങ്ങ് പേറും. നല്ല തങ്കം പോലെ താങ്കുട്ടിയെ തന്നെ ഓള് പേറും. ഓം വലുതായി ഡോക്ടറാകും. വയസ്സായി ഞാൻ ചക കിടക്കുമ്പോൾ ഓന എൻ്റെ നെഞ്ചിൽ കൊയയിൽ വെച്ച് നോക്കി എനിക്ക് സൂചി കുത്തുക, അമ്മ പറഞ്ഞു. അപ്പൊ അമ്മമ്മ പറഞ്ഞു, ലക്ഷ്മി, നാട്ടുകാർ പറയുന്നത് പാർവതിയും ഓളെ ഭർത്താവും കമ്മ്യൂണിസ്റ്റാന്നാ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവകോപം ഉണ്ടാവും, അവർക്ക് അതുകൊണ്ടാ കുഞ്ഞുങ്ങളുണ്ടാവാത്തെ. അപ്പൊ അമ്മ ചോദിച്ചു, അപ്പോൾ ഈ AKG EMS ഒക്കെ മുന്തിയ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ഓർക്കുണ്ടല്ലോ 2-3 മക്കള്. പവിത്രൻ പിന്നീട് ഈ കഥ ഏച്ചിയോട് പറഞ്ഞപ്പോൾ ഏച്ചി പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. അവൾ അപ്പോൾ അവനോട് പറഞ്ഞു, ഗൗതമിന് ഒരു ചെറിയ തകരാറുണ്ട്, അതിനുള്ള ചികിത്സ എടുക്കുന്നുണ്ട്. 1-2 കൊല്ലം കൊണ്ട് ഞാൻ അമ്മയാകും. ഈ കണ്ടോ ചക്ക? ഏച്ചി അവൻ്റെ കവിളിൽ ഒരു നുള്ളും കൊടുത്തു. അങ്ങനെ പാർവതിക്കൊരു മകൻ ജനിച്ചു. വിദ്യാധരനെ
കോളേജിൽ പഠിപ്പിച്ച അധ്യാപകരിൽ ഒരാൾ പവിത്രനായിരുന്നു. വിദ്യാധരൻ നല്ല ഒരു പയ്യനായിരുന്നു, മിടുക്കനായിരുന്നു, പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവൻ പഠിച്ചൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി, ഒന്നാം തരം വായനക്കാരനായി കുറേശ്ശെ കഥകൾ എഴുതും. പക്ഷേ അത് കാണുവാനൊന്നും ഏച്ചിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനു മുമ്പേ അവൾ മരിച്ചുപോയി. അമ്മമ്മ മരിക്കുമ്പോൾ വായിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഗംഗാജലം സൂക്ഷിച്ചു വെച്ചിരുന്നു. ഏച്ചിയുടെ വായിലേക്ക് അത് ഒഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഗംഗാജലം വേണ്ട, ഒരു തുള്ളി മുലപ്പാൽ മതി, എൻ്റെ നാവുമ്മേല് ഒറ്റ തുള്ളി, എന്നിട്ട് ഞാൻ പോകാം. അത് കേട്ടപ്പോൾ അമ്മ പരിഭ്രമിച്ചു. പാർവതി അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെയായിരുന്നു. അവൾ എന്ത്, എപ്പോൾ, എങ്ങനെ പറയും, എന്ത് ചിന്തിക്കുമെന്ന് ആർക്കും പിടികിട്ടിയിരുന്നില്ല. അപ്പോൾ പവിത്രൻ പറഞ്ഞു, ഏച്ചിയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. ആ സമയത്ത് പവിത്രന്റെ ഭാര്യ കല്യാണി കുഞ്ഞിന് മുലയേട്ടുന്ന സമയമായിരുന്നു. അവൻ ആഗ്രഹം സാധിച്ചു കൊടുത്തു. കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ ആരോ കാശിയിൽ നിന്ന് കൊണ്ടുവന്നു കൊടുത്ത സോഡാ കുപ്പിയിൽ പകുതിയോളം ബാക്കി കിടക്കുന്ന ഗംഗാജലം പുറത്തു കൊണ്ടുപോയി ഒഴിച്ചു. അത് മണ്ണിലേക്ക് താണുപോകാതെ തളം കെട്ടിക്കിടന്നു. മണ്ണിനും വേണ്ടായിരുന്നു അത്. ഇതാണ് എം മുകുന്ദന്റെ കഥ ഏച്ചി.